ഐദർ ഓപ്ഷൻ ബയർ ഓർ ഓപ്ഷൻ സെല്ലർ. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒരു ഹോൾഡ് എടുക്കുക, വിക്സ് 10 മുകളിലാകുമ്പോൾ തിരിച്ചെത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ വീക്ക്ലി നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ്പിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസം വരെ എൻ്റെ വീഡിയോസ് ഒക്കെ കുറവായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഒന്ന് ഈ മാർക്കറ്റിൽ ഒരു 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 സംഗതി നടക്കണില്ല. ഈ വൃത്തികെട്ട വിക്സിൽ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ല. ഇടയ്ക്ക് ഞാൻ ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു, ടൂറിന്റെ ആവശ്യങ്ങളൊക്കെ ഇനിയും ഉണ്ട്, കുറച്ച് ട്രാവലിംഗ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചിന് വേണ്ടി ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച പോകും. തിരിച്ച് ഞാൻ ജാനുവരി 6th 7th വരുന്നുള്ളൂ. അപ്പൊ ഈ സമയം ഇന്നലെ ഞാൻ ഒരു ഫ്രൈഡേയിൽ ഞാൻ ഒരു നിഫ്റ്റിയുടെ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തായിരുന്നു. മാർക്കറ്റ് 26,100 നിൽക്കുമ്പോൾ 26,100 തന്നെ ഞാൻ പുട്ട് എടുത്തു. അതായത് ഫ്യൂച്ചർ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ആ പുട്ട് മാർക്കറ്റ് എടുത്തിട്ട് നിഫ്റ്റി 50 പോയിന്റ് അടിച്ചിട്ട് ആ പുട്ട് എനിക്ക് 15 പോയിന്റോ 16 പോയിന്റോ മാർക്കറ്റിന്റെ ഓപ്ഷൻസിന്റെ പ്രൈസ് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ വൃത്തികെട്ട മാർക്കറ്റ് ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ എന്ത് പറ്റി, ആ പ്രീമിയം ഓൾമോസ്റ്റ് ഞാൻ വാച്ചിനെക്കാട്ട് 5 പോയിന്റ് മുകളിലൊന്നും എനിക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ 4 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ ഒരു വീക്കാണ് നിഫ്റ്റി കൃത്യമായിട്ട് കടന്നുപോയത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്കായിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. വിത്ത് POC വന്നിരിക്കുന്നത് 26,181 ഭാഗത്താണ് POC നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,046 ഭാഗത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് എന്ന് പറഞ്ഞാൽ വോണ്ട് ഗീവ് എ ഫോളോ അപ്പ് എന്നാണ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് അറിയുന്ന കാര്യം. 9% ദിവസങ്ങളിൽ മാത്രമേ ഫോളോ അപ്പ് തരുള്ളൂ. ഇല്ല എങ്കിൽ തിരിച്ച് POCയുടെ ഭാഗത്തേക്ക് റിവേഴ്സ് ചെയ്യും. അത് നമുക്ക് ആ ഒരു ട്രേഡ് സെറ്റപ്പ് നമ്മുടെ മെന്ററിംഗിന്റെ ബാച്ചിലുള്ളവർക്ക് അറിയാം. എന്ത് ട്രേഡ് എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് മെന്ററിംഗിന്റെ ബാച്ചിലുള്ളവർക്ക് അറിയാം. സോ അത് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ് ചെയ്യുന്നത് പഠിച്ചവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നതാണ്. ഇപ്പൊ നമ്മൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്ന് 26,049 ഭാഗത്താണ്. നിഫ്റ്റി ന്യൂട്രൽ എസ്റ്റിയും ഡൗൺ ആണ്. വലിയൊരു ഓളിയത്തോടുള്ള മൂവ്മെന്റ് ഡൗൺ ഒന്നുമില്ല. ഫ്ലാറ്റ് ഓളിയം ഡൗൺ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡൗൺവേർഡ് ആയിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞു പോയ ആഴ്ചയുടെ POC ആയ 25,961 ഭാഗത്ത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് ഐദർ നമ്മൾ 26,000 ഭാഗത്തോ അല്ലെങ്കിൽ 26,100 ഭാഗത്തോ ആയിരിക്കും ഈ വരാൻ പോകുന്ന മന്ത്ലി എക്സ്പയറി നിഫ്റ്റി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 25,962 ഭാഗത്ത് വരുമ്പോൾ മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കാം. തിരിച്ച് 26,180 അത് പിന്നെ രണ്ടാമത് നമ്മുടെ മാർക്കറ്റ് 26,050 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സ് തരാനുള്ള ചാൻസും പോസിബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ആഴ്ച ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമല്ല. വെറുതെ ഹോളിഡേ എൻജോയ് ചെയ്യുക. കാരണം വിക്സ് ലോവർ ഈ 9.5 അല്ലെങ്കിൽ 9.4 എന്ന് പറഞ്ഞ ഈ വിക്സിൽ ഒരു കാര്യവും നടക്കില്ല. നമ്മൾ എത്ര തന്നെ കൃത്യമായിട്ട് തുഴഞ്ഞാലും നമ്മൾ വീണ്ടും ചുരുളിപ്പെടുന്ന അവസ്ഥ. ചുരുളി സിനിമയിൽ പറയില്ല, എവിടെ കറങ്ങി തിരിഞ്ഞാൽ അവിടെ ഒടുക്കം തുടങ്ങിയിടത്ത് തന്നെ എത്തുന്ന പറയുന്ന പോലെ ഒരു പൈസയും എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല. പ്രത്യേകിച്ച് അതുകൊണ്ട് മാത്രമാണ് എല്ലാ വർഷങ്ങളിലും ഞാൻ ഈ സമയങ്ങളിൽ ഒരു ഹോളിഡേ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അത് എൻജോയ് ചെയ്യുന്നത്. കാരണം വെറുതെ മാർക്കറ്റിലെ ടൈമിങ്ങിൽ സമയം കൊടുത്ത് പൈസയും കൊടുത്ത് കഴിഞ്ഞിട്ട് വെറുതെ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞ നിഫ്റ്റി 26,050 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ തരാം. അത് പോസിബിൾ ആയിരിക്കും ഈ വരുന്ന ആഴ്ചകളിൽ. ഇല്ല 26,000 ഈ 26,40 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ 25,962 ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ തരാം. അതായിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഞാൻ മാക്സിമം പോസിബിൾ ആയിരിക്കുന്നത്. എൻ്റെ ഒരു ഇത് പ്രകാരം നമ്മുടെ നിഫ്റ്റി മിക്കവാറും ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ഈ ആഴ്ച വരെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും 31 പറയുമ്പോൾ ബുധനാഴ്ചയാണ്. 31 മിക്കവാറും നമ്മുടെ മാർക്കറ്റൊക്കെ ക്ലോസ് ചെയ്യുന്നത് 26,000 ഭാഗത്തൊക്കെ ആയിരിക്കും സ്പോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അല്ല എങ്കിൽ അവ 26,100 ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ 26,000 26,200 ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിന്റെ ഭാഗത്തേക്ക് മിക്കവാറും നമ്മുടെ സ്പോട്ട് മാർക്കറ്റ് ഈ വരാൻ മുന്ന 2025 ക്ലോസും ചെയ്യാവുന്നതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള അല്ല വേറെ ന്യൂസ് ഒന്നും ഇല്ല. കാരണം മാർക്കറ്റ് എല്ലാം ഹോൾഡേ ആണ്. എറൗണ്ട് ദ ഗ്ലോബ് മാർക്കറ്റ് ഹോൾഡേ ആണ്. അപ്പം വലിയൊരു മൂവ്മെന്റ് ഒക്കെ പ്രതീക്ഷിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയൊന്നുമില്ല. എറൗണ്ട് ദ ഗ്ലോബ് മാർക്കറ്റ് പോസിറ്റീവിലാണ്. ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ എസ്റ്റിൻ ഡൗൺ ആണ്. അതായത് ബാങ്ക് നിഫ്റ്റിയും ന്യൂട്രൽ എസ്റ്റിൻ ഡൗൺ ആണ്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊഫൈലിനകത്ത് തന്നെ കൃത്യമായി കഴിഞ്ഞ ആഴ്ചയല്ല, നിങ്ങൾ നോക്കി കഴിഞ്ഞ ലാസ്റ്റ് 3 ആഴ്ചയിൽ 3 അല്ല
1, 2, 3, 4, 5, 6 ആഴ്ചയായിട്ട് ഇവ ഇതേ ഏരിയ തന്നെ 58,800-നും 59,000 എത്രയാണ് 400 ഇടയ്ക്കുള്ള റേഞ്ച് ഇങ്ങനെ കുറഞ്ഞ് കോൺട്രാക്റ്റ് വരെയാണ്. ബാങ്ക് നിഫ്റ്റിയും തിരിച്ച് ഞാൻ പറയാം 59,000 മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി തിരിച്ച് ഈ POC ഇല്ലേ 58,295 ഭാഗം 59,295 59,225 ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സ് തരാം. കാരണം ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയ വീക്ക് ആയതുകൊണ്ട് മീൻ റിവേർഷൻ ടുവേർഡ്സ് ദ POC ഇസ് വെരി പോസിബിൾ ആണ്. ഈ 58,800 എന്ന് പറഞ്ഞ ഭാഗം സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യും. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പ്രൊഫൈലുകളൊക്കെ ഞാൻ ഇങ്ങനെ മെർജ് ചെയ്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. കാരണം മാർക്കറ്റ് ഒരിടത്തും പോകുന്നില്ല. നിങ്ങൾ നോക്കൂ, മാർക്കറ്റ് വല്ലയിടത്തും പോകുന്ന നിങ്ങൾ നോക്ക്. കഴിഞ്ഞ ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ 6 ദിവസത്തെ കുംഭാറിന്റെ വയറ് വീർത്തിരിക്കുന്ന POC ആയ 58,992 ഭാഗത്താണ് കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഐതർ നമ്മൾ ഈ POC അവിടെ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഈ റേഞ്ചിന് 58,800-നും 59,400 റേഞ്ച് തന്നെ ക്ലോസ് ചെയ്യും. മിക്കവാറും എന്റെ കണക്കൂട്ടിൽ ബാങ്ക് നിഫ്റ്റി 59,000 ഭാഗത്തായിരിക്കും ഈ 2025 ക്ലോസ് ആകാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കൃത്യമായിട്ടൊരു വ്യൂ. ഇനി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയും, മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്ക് ആയിരുന്നു. കൃത്യമായി താഴേക്ക് ഇറങ്ങി. എന്നിരുന്നാൽ കൂടെ അവൻ തിരിച്ച് ഈ ഒരു മിഡ് ക്യാപ്പ് നിൽക്കുന്നത് ഈ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കാണ്. POC നിൽക്കുന്നത് 13,930 ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് 13,650 ഭാഗത്തൊരു ബൈയിങ് മൊമെന്റം ഞാൻ കാണുന്നുണ്ട്. 14,000 ഭാഗത്ത് മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിംഗ് മൊമെന്റം കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ 13,650 എത്തുമ്പോൾ കോൾ എടുക്കാം, 14,000 എത്തുമ്പോൾ പുട്ട് എടുക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ മിഡ് ക്യാപ്പിലുള്ളത്. മിഡ് ക്യാപ്പ് 13,816 മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൺ തരാനുള്ള ഒരു ട്രേഡ് സെറ്റപ്പും പോസിബിൾ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 13,650 ഭാഗത്തെ മിഡ് ക്യാപ്പ് എത്തുമ്പോൾ ബൈയിങ്ങിനെ കുറിച്ച് നിൽക്കാം, ഇല്ല 14,000 ഭാഗത്ത് എത്തുമ്പോൾ പുട്ടിനെ കുറിച്ച് നിൽക്കാം. അങ്ങനെ ഒരു ട്രേഡ് സെറ്റപ്പ് മാത്രമേ മിഡ് ക്യാപ്പിൽ ഇപ്പം കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ഓവറാൾ ഞാൻ പറയുകയാണെങ്കിൽ എന്താണ്, ഇൻഡെക്സിലെ ഒരു സെല്ലിങ് ഹയർ സൈഡിൽ ഇപ്പോഴും ഉണ്ട്. 26,230 ഭാഗത്ത് നിഫ്റ്റിയിലും 59,800 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയിലും 14,000 ഭാഗത്ത് മിഡ് ക്യാപ്പിലും ഓവറാൾ ഒരു സെല്ലിംഗ് ഉണ്ട്. ഡൗൺവേർഡ് സൈഡ് നോക്കുകയാണെങ്കിൽ 13,650 ഭാഗത്ത് മിഡ് ക്യാപ്പിലും 58,800 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയിലും 25,900 ഭാഗത്ത് നിഫ്റ്റിയിലും ഒരു ബൈയിങ് മൊമെന്റും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു റേഞ്ചബിൾ ട്രേഡ് ആണ് ഇപ്പൊ മാർക്കറ്റിൽ നടക്കുന്നത്. അതുകൊണ്ട് വാച്ച് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ അവധി എടുത്താലും കുഴപ്പമില്ല. അടുത്ത വരാൻ പോകുന്ന വീക്കുകളിൽ അത് നമുക്ക് ബഡ്ജറ്റ് എടുക്കാറായി. അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് നല്ല കിടില മൂവ്മെന്റ്സുകൾ മാർക്കറ്റിൽ വരാം. വിക്സിന് ഇവിടെ കുറെ നാളോട് നിൽക്കാൻ വിക്സിനെ കൊണ്ട് പറ്റില്ല. സോ അതും കൂടെ കൃത്യമായിട്ട് ഓർത്ത് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ട്രേഡിംഗിൽ നിന്ന് ഓഫ് എടുക്കുക, ഹോളിഡേ എൻജോയ് ചെയ്യുക. വിക്സ് തിരിച്ച് 10 മുകളിലാകുമ്പോൾ മാർക്കറ്റിലേക്ക് എൻ്റർ ആവാനുള്ള ശ്രമം നടത്തുക. ഓപ്ഷൻസ് എല്ലാത്തിനും പേടിക്കേണ്ട സമയമാണ്. കാരണം ലോവർ പ്രൈസ് ആണ് ഓപ്ഷൻ. നിങ്ങൾ ഈ ചുമ്മാ 10 രൂപയ്ക്ക് 30 രൂപ കൊണ്ട് വിൽക്കുന്ന സമയത്ത് വിക്സ് കയറുമ്പോൾ ഒരു 150 രൂപയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടുന്ന ഒരു അവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് ഐദർ ഓപ്ഷൻ ബയർ ഓർ ഓപ്ഷൻ സെല്ലർ, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒരു ഹോൾഡ് എടുക്കുക. വിക്സ് 10 മുകളിലാകുമ്പോൾ തിരിച്ചെത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. വീഡിയോ കാണുക. നിങ്ങൾക്കൊരു അഭിപ്രായമാണ്. പലരും ചോദിക്കാറുണ്ട് മെന്ററിങ്ങിന്റെ ബാച്ചിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്, എന്താണ് പ്രയോജനം, എന്ത് കിട്ടും, അങ്ങനെ പല കാര്യങ്ങളും ആൾക്കാർ ചോദിക്കാറുണ്ട്. എല്ലാവരും പറഞ്ഞത് മെന്ററിങ് എന്താണ് ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ പറഞ്ഞിരുന്നത്, മാർക്കറ്റിന്റെ ബിഹേവിയർ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ ബിഹേവിയർ അനാലിസിസ് വഴി നിങ്ങൾക്ക് മാർക്കറ്റിനെ എങ്ങനെ അട്രാക്ട് ചെയ്യാം, മാർക്കറ്റിൽ എങ്ങനെ മാർക്കറ്റിന് സൈഡ് ലൈൻ നിൽക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും, എങ്ങനെ സൈക്കോളജി കൺട്രോൾ ചെയ്യാം, എങ്ങനെ പൊസിഷൻ സൈസിങ് ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള മെന്ററിങ് ബാച്ചാണ് എൻ്റെ ഈ തുടങ്ങാൻ പോകുന്ന ബാച്ച്. ഇതിൽ നിങ്ങൾ കൊടുക്കുന്ന ഫീസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ MCXന്റെ സപ്പോർട്ട്സ് നിങ്ങൾക്ക് തരുന്നത്. MCXന്റെ കോൾസ് പറയും നിങ്ങൾ ഇത് മേടിക്കും ഇത് വിൽക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് വിത്തൗട്ട് റിസ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ച് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ വേയിലേക്ക് നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ കൂടുതൽ വിവരങ്ങൾക്ക് തംബ്നെയിലിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ വീഡിയോ കാണുക, മാർക്കറ്റിൽ നിന്ന് ഓഫ് എടുക്കുക, വെയിറ്റ് ചെയ്യുക, റിസ്ക് നല്ല രീതിയിൽ വരുമ്പോൾ തിരിച്ച് വന്നാൽ മതി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് കുറിച്ച് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.